ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഇന്ന് നമ്മൾ പോകുന്നത് കമ്പം തേനി റൂട്ടിലോട്ടാണ്. കുമളി വഴിയൊക്കെയാണ് നമ്മൾ പോയത്. ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയായിരുന്നു. പിന്നെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഓർത്തത്. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് കാണാം. രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. നമ്മൾ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല മൂടൽ മഞ്ഞുണ്ടായിരുന്നു. ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയേ, ക്ലാസ്സിൽ കൂടെ ഉള്ള വ്യൂ ആണ്. മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടോ? നല്ല മേഘങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് സത്യം പറഞ്ഞാൽ. നല്ല മലനിരകളും അതിനിടയിൽ കൂടെ നമുക്ക് ആ മേഘങ്ങൾ കാണാൻ പറ്റുന്ന ആ വെള്ള കളർ മേഘം കണ്ടോ? എന്ത് ഭംഗിയാണ് കാണാൻ. ശരിക്കും അത് ഈ ഫോണിൻ്റെ ക്യാമറയിൽ കൂടി കണ്ടാൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് ശരിക്കും നമ്മൾ കണ്ട് തന്നെ അറിയണം. ഇത് കണ്ടോ, ഇത് നമ്മളാ പോകുന്ന റൂട്ടിൽ തന്നെയുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോൾസാണ്. നല്ല രസമാണ് കാണാൻ. മേളിലത്തെ മലയിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നു. ശരിക്കും ആ ഒരു അവിടെ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ വെള്ളത്തുള്ളിയൊക്കെ തെറിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴുന്നു. ഒരു ചെറിയൊരു മഴയത്ത് പോയി നമ്മൾ നിൽക്കുന്ന ഒരു ഫീലാണ്. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് ടീ ഷോപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇതിനടുക്ക വന്ന് നിൽക്കുമ്പോൾ ശരിക്കും നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെയും യാത്ര ചെയ്തു. ശരിക്കും ഈ മല കയറുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ വളവും തിരിവും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെവിയൊക്കെ അടഞ്ഞ് ചെവിക്കൊക്കെ ഭയങ്കര വേദന എടുക്കും. എനിക്കങ്ങനെ കേട്ടോ. പിന്നെ കുറേ പോകുന്ന വഴിയിൽ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച, നയന മനോഹര കാഴ്ചകളും. അങ്ങനെ കണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഫുള്ളായിട്ട് എനിക്ക് ഫോൺ എടുത്ത് വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ല കാഴ്ചകൾ വരുമ്പോഴത്തേക്ക് ഫോൺ എടുക്കുമ്പോഴത്തേക്കിനും ആ സ്ഥലം കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എന്നാലും കുറേയൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ശരിക്കും ഈ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭംഗിയെ എന്ത് രസമല്ലേ. നമ്മൾ ഒരു പടം വരച്ച് വെച്ചേക്കുന്നത് പോലെ തോന്നും നമുക്ക്. ആ ഒരു കറക്റ്റായിട്ട് തേയിലകളിങ്ങനെ അവർ നട്ടേക്കുന്നതേ ഒരു ഓർഡറിൽ നട്ട് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിങ്ങനെ ദൂരേന്ന് കാണുന്ന ഭംഗി, പക്ഷെ നമ്മൾ അടുത്തടുത്തോട്ട് ചെല്ലുമ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ദൂരേന്ന് ഇതിങ്ങനെ കാണുന്നതാണ് അതിൻ്റേതായ ഒരു ഭംഗി. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയാണ്. അടുക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് പോലെ ഉണ്ട്. എല്ലാം ഒരേ ലെവലിൽ കട്ട് ചെയ്ത് നല്ല രസമുണ്ട്. പിന്നെ ആ മരം കണ്ടോ, ആ ചുവന്ന പൂക്കളുള്ള മരം. നമ്മളാ പോകുന്ന വഴിയിൽ ഒത്തിരി സ്ഥലത്തത് നിൽക്കുന്നുണ്ട്. എന്ത് രസമാണെന്നറിയാം ആ മരം കാണാനായിട്ട്. ഇത് പിന്നെ നമ്മൾ തേനി ആ റൂട്ടിലേക്ക് കടന്നിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു വഴി നല്ല രസമാണ് കാണാൻ. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് സൈഡിലൊക്കെ കുറേ കൃഷികൾ കാണാൻ പറ്റും. മുന്തിരി, പിന്നെ ക്യാബേജ്, ബീട്രൂട്ട്, അങ്ങനെ കുറേ കൃഷികൾ കാണാൻ പറ്റും സൈഡിലെല്ലാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ ജമന്തി തോട്ടങ്ങൾ അങ്ങനെ കുറേ ഉണ്ട്. തെങ്ങ്, വാഴ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ ആ മരങ്ങൾ നിൽക്കുന്നുണ്ടോ? വഴിയിലൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട് ആ മരങ്ങൾ. എന്ത് രസമാണ് കാണാനായിട്ട്. കണ്ടോ, അതൊക്കെ മുന്തിരിത്തോട്ടങ്ങളാണ്. പിന്നെ നമ്മളവിടുന്ന് ഒരു വഴിയിലൊന്ന് നിർത്തിയതായിരുന്നു. അവിടെ ഒരു കുരങ്ങച്ചനെ കണ്ടിട്ടുണ്ട്. ആളിങ്ങനെ കറങ്ങി നടക്കും, ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട്. ഇത് നമ്മളൊരു മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ ഇറങ്ങിയതാണ്. അവിടെ കണ്ടോ ഒരു ശിവലിംഗത്തിൻ്റെ, അതൊരു അമ്പലമാണെന്നാണ് പറഞ്ഞത്. കുറേ ശിവലിംഗം പ്രതിഷ്ഠ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ. പക്ഷെ അവിടെ നമുക്ക് കയറിയില്ല നമ്മൾ. ഇതൊരു മുന്തിരിത്തോട്ടമാണ്. ഇവിടെ ഫുള്ള് അത് പഴുത്തിട്ടില്ല, ഫുൾ പച്ചയാണ്. ഇവിടെ നമ്മൾ ആദ്യം കയറിയത് ഇവിടെയാണ്. ഇത് ഫുള്ള് പച്ച കളറെല്ലാം കായ്ച്ച് നന്നായിട്ട് രസമാണ് കാണാൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളതാണിത്. ഇവിടെ പക്ഷേ അവർ പഴങ്ങളെല്ലാം പറിച്ചു കുറച്ചൊക്കെ ഉള്ളായിരുന്നു പഴങ്ങൾ.
എന്നാലും നമുക്ക് കാണാൻ പാകത്തിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ കുറേ പോയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങിയൊരു ഹോട്ടലാണിത്. ഫുഡ് ബ്രേക്ക് എന്നും പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അതിൻ്റെ അകത്ത് കയറിയാണല്ലോ എന്നാ ആംബിയൻസ് ആണെന്നറിയാം, എന്ത് രസമാണെന്നറിയോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. ആ ലൈറ്റിംഗ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല രസം. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആ ഹോട്ടലിൽ ആ ഒരു ടൈമിൽ. നമ്മളൊരു 2-2:30 ആയി ആ ടൈമായി കയറിയപ്പോൾ, കഴിക്കാനായിട്ട് കയറിയപ്പോൾ. കണ്ടോ ഒരു സൈക്കിളൊക്കെ അവിടെ വെച്ചേക്കുന്നുണ്ടോ മേളിൽ ഭിത്തിയിൽ. എന്നിട്ട് ആ സൈക്കിളിൻ്റെ റിമ്മിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട്. ഞങ്ങളവിടുന്ന് കുഴിമന്തിയാണ് കഴിച്ചത്. കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ആ ഫുഡ് വരുമ്പോഴുള്ള ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കണമല്ലോ, അതുകൊണ്ട് കഴിക്കുമ്പോഴത്തേയൊന്നും എടുത്തില്ല. ഇതാ കുഴിമന്തിയാണ്. പിന്നെ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തേയിലത്തോട്ടം ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു. ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കാണുകയൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ എല്ലായിടത്തും ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ ആ ഫോൺ പിടിച്ചുകൊണ്ട് നടന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റത്തില്ല, പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടുമല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്തു. ഇത് നമ്മൾ തിരിച്ച് പോരുവാണേ. തിരിച്ച് പോരുന്ന വഴിയിൽ ഞാൻ കുറേ വീഡിയോസ് എടുത്തതായത്. ഇനി നമ്മൾ ഇങ്ങനെ കയറ്റം ആദ്യം ഫുള്ള് കയറി പിന്നെ ഇറങ്ങി അങ്ങനെയൊക്കെ. അവിടെ കണ്ടോ കുറച്ച് ജമന്തി തോട്ടങ്ങൾ കണ്ടോ. ജമന്തി അല്ല, ബന്തി അതാണ്. മഞ്ഞയും ഓറഞ്ചും കുറേ ഉണ്ടായിരുന്നു. അത് പിന്നെയും കുറേ തേയിലത്തോട്ടങ്ങൾ. ഈ ഒരു റൂട്ട് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി നോക്കണം. ഈ കുമളി വഴി തേനി കമ്പം ആ റൂട്ട് അടിപൊളിയാണ്. കുറേ ആ കമ്പം ആ ഏരിയയിൽ കുറേ നമുക്ക് കാണാനുണ്ട്. നമ്മൾ അവിടെയെങ്ങും പോയില്ല, ജസ്റ്റ് നമ്മളവിടെ പോയി അങ്ങ് തിരിച്ചു പോയിരുന്നു. അവിടെയൊക്കെ കുറേ ഉണ്ട്. മേഘമലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെയൊന്നും നമ്മൾ പോയില്ല അങ്ങോട്ടേക്കൊന്നും. ഇതെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടോ മഞ്ഞായി. പിന്നെ കുമളിയൊക്കെ വന്നപ്പോഴത്തേക്കിനും അവിടെ മഞ്ഞായി, നല്ല മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. എന്നാൽ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ കേട്ടോ. ചില സ്ഥലങ്ങളിൽ നല്ല മഞ്ഞ് തോന്നും, ചില സ്ഥലങ്ങളിൽ മഞ്ഞില്ല. പിന്നെ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, നമുക്ക് വഴി കാണാൻ പറ്റണില്ലായിരുന്നു, അതുപോലൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. റോഡിലൊക്കെ ഫുള്ള് വെള്ളവും. തിരിച്ച് നമ്മൾ വീടെത്തുന്നു മുണ്ടക്കായൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ല മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. കണ്ടോ ശരിക്കും നല്ല മഴ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. വഴിയിലെല്ലാം ഫുള്ള് വെള്ളമായിട്ട്. പേടിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് വണ്ടി ഓടിച്ചിട്ട്. കാരണം വഴി ഏതാ കുഴി വല്ലതും ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നില്ലായിരുന്നു നമുക്ക്, അത്രയ്ക്ക് ഇതായിരുന്നു. നല്ലതായിട്ട് മഴയും പെയ്ത്. കണ്ടോ വെള്ളം തെറിക്കുന്ന കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല റോഡ് ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ മഴയത്ത് വണ്ടി ഓടിക്കുന്നത് നല്ല ഡേഞ്ചറാണ് അല്ലേ. നമുക്ക് ഒന്നും കാണാൻ പറ്റും. നമ്മൾ AC ഇട്ടിട്ടുണ്ട്, എന്നാലും അതിൻ്റെ ആ ഒരു മങ്ങലും ഒക്കെ ഒന്ന് ഗ്ലാസ് ശരിക്കും ഒരു മൂടി ആയിപ്പോവും, കാണാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ AC കൂട്ടിയും കുറച്ചും അങ്ങനെയൊക്കെ ഇട്ടാൽ ഉണ്ടോ. ഇവിടെ ഈ ഒരു റൂട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും ഫുള്ള് ഇരുട്ടായ പോലെ ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കീപ് സപ്പോർട്ടിങ് മീ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.